ഇവിടെ ഞങ്ങളുടെ ഓഡിറ്ററെ ഒന്ന് കാണാൻ വന്നതാ. ആ അപ്പൊ ഇന്നലെ ദാസേട്ടന്റെ അടുത്ത് പോയിരുന്നു അല്ലേ? ദാസേട്ടൻ കാലത്ത് ഓഫീസിൽ വന്നപ്പോ പറഞ്ഞു. തലപരിചയം ഇല്ലാത്ത ഇയാളെങ്ങനെ ഓഫീസിൽ തപ്പി പിടിച്ചു വന്നത്? ആ ഞാൻ പറയാൻ വിട്ടു. ദാസേട്ടന് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ അപ്പൊ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കൂടെ പോണ്ടി വരും. അയ്യോ അത് വേണ്ട, എവിടെ വേണേ കൊണ്ടുപോകണം. ഈ മാഷൊരു പ്രത്യേക ടൈപ്പാണല്ലേ മോഹൻദാസേ? അതെന്താ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, പുള്ളിക്കൊരു 40-40 വയസ്സായിട്ടുണ്ടാവും അല്ലേ? 40? ഹേയ്, ഒരു 31-32 വയസ്സുണ്ടാവും. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പക്ഷെ കണ്ടാ അത് കൂടുതൽ തോന്നിക്കും. ചിലപ്പോ അയാളുടെ ആ ഒരു പഴഞ്ചൻ സ്റ്റൈൽ കൊണ്ടായിരിക്കും അല്ലേ? പഴഞ്ചനെന്നല്ല ദാസേട്ടൻ, ഒരു പക്വത എന്ന മനുഷ്യനാണെന്ന് മാത്രമേ ഉള്ളൂ. കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരായിരുന്നു ദാസേട്ടൻ? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ദാസേട്ടൻ MA ക്കായിരുന്നു. ദാസേട്ടന്റെ കവിത എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ഒരു ഹരമായിരുന്നു. അപ്പോ പുള്ളിക്കാരനും ഏകദേശം എന്നെ പോലെ തന്നെ ആയിരുന്നു. എന്നുവെച്ചാ? ഞാനത് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. ഒരു കാലത്ത് എന്റെ കവിതകൾ പാടി നടക്കുക എന്ന് പറയുന്നത് കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ ഒരു ഫാഷനായിരുന്നു. നിമിഷകവി എന്നൊരു പേരും കിട്ടി. എന്നിട്ട് ഇപ്പൊ എഴുതാറില്ലേ? എന്തെങ്കിലും തൊഴിലും പണിയുള്ളവർക്ക് ഇതൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? ഈ കവിത എഴുതുന്നവരൊക്കെ ഒരുതരം ദരിദ്രവാസികളാ. അപ്പോ ദാസേട്ടനൊക്കെ ആ ഗ്രൂപ്പാണെന്നാ പറയുന്നത്? എന്നല്ല, പുള്ളിക്കാരനെ പറ്റിയല്ല, പൊതുവെ. ഹലോ, അലവലാദികളാ, എപ്പ കണ്ടാലും കാശ് ചോദിക്കും. അവിടെ വിട്ടു പോക്കും. നല്ല പാർട്ടീസാ, എപ്പ വന്നാലും വീട്ടിലുണ്ടാവില്ല. എപ്പോ വന്നു? എത്ര പ്രാവശ്യം വന്നു? ആ ഡെപ്പോസിറ്റ് കൊണ്ടായിരിക്കും വന്നത്. അന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോ താനെന്താ മിണ്ടാതെ പോയത്? എന്ന് ഒരു ചരക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോ കയറി പോയില്ലേ? എന്ത് പോക്കാണ് സാറന്ന് പോയത്? കണ്ടാ മിണ്ടാതിരിക്കോ? പിന്നെ ഇറ്റാച്ചിയുടെ കാര്യം എന്തായി? ഇറ്റാച്ചിക്ക് അവിടെ കേട്ടോ, വാങ്ങിച്ചെന്റെ കാശ് കൊടുക്കണോ? നിങ്ങൾ വാങ്ങിക്കാത്ത എന്റെ കുഴപ്പമുണ്ടോ? എവിടെ ചെന്ന് വാങ്ങിക്കാൻ? എന്താ സാറന്ന് തന്ന അഡ്രസ്സിൽ ഒരു ഡോക്ടറാണല്ലോ താമസിക്കുന്നത്. വീട് മാറിയാൽ ഞാൻ പറഞ്ഞില്ലല്ലേ? ഇല്ല. അഡ്രസ് തരാം. ഒരു കാര്യം, നാടെ ഉടനെ പുറകെ വലതു. ഞാൻ പല പ്രാവശ്യം കാശും കൊണ്ടവിടെ വന്നതാ. എന്താ കേറയെന്നറിയോ? ദൈ കഴിവരണമാണ് ഉള്ളതുകൊണ്ടാ. എപ്പ കണ്ടാലും കാശ് വേണം, പണി വേണം. എന്തിനാ അവനെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യാനാ സാറേ? ഒരു കാര്യം ചെയ്യാം, നാളെ പൈസ കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യം, യവൻ അവിടെ കാണരുത്. മനസ്സിലായല്ലോ? എന്താ പറഞ്ഞു? പണിയൊന്നും ആയില്ലേ? തനിക്ക് വല്ലതും ആയോ? ശരി സാർ. നാട്ടിലേക്ക് വരുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ പറയുന്നത് ഒന്ന് വന്ന് 2 ദിവസം നിന്നിട്ട് പോകുന്നതിൽ എന്താണ് തകരാറെന്നാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് ദാസേട്ടന് മുമ്പ് തന്നെ അനുഭവപ്പെട്ടല്ലേ? ഇത്തവണ ഞാനാണ് വിളിക്കുന്നത്. അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മണിക്കുട്ടി വരികയാണെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആരൊക്കെയത്? ഞാൻ അപ്പൂനെ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മറ്റേ കാര്യം. ഏത്? വരൂ. ഒരു സെക്കൻഡ്, ഇപ്പൊ വരാം. കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താമെന്ന് കരുതിയാണ് അമ്മണിക്കുട്ടി വിളിപ്പിച്ചത്. അപ്പോഴുണ്ട് മാലതി കൂടെ വന്നിരിക്കുന്നു. മാഷ് ഇന്നലെ പറഞ്ഞില്ലേ അമ്മണിക്കുട്ടിയുടെ മനസ്സ് പിടികിട്ടുന്നില്ലെന്ന്? അതുകൊണ്ട് പെട്ടെന്നൊന്നും ചാടിക്കറി പറയാൻ നിൽക്കണ്ട, അതിന് വേറെ വഴിയുണ്ട്. അമ്മണിക്കുട്ടി ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നാളെ ഒഴിവാണല്ലോ. അമ്മണിക്കുട്ടിയും കൂട്ടി ഒരു സൈറ്റ് സീയിങ് പോയാൽ എന്താണെന്ന് ആലോചിക്കാൻ. കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷേ ഒറ്റയ്ക്ക് വന്നാൽ അമ്മണിക്കുട്ടിക്ക് അതൊരു ചീത്തപ്പേരാവൂല്ലേ? അങ്ങനെ വഴിയുണ്ട്. മാലതിയെ വിളിക്കാം. അപ്പോ ഇന്നത്തെ പോലെ തന്നെ ആവില്ല. ഞാനും വരാം. മാലതിയെ ഞാൻ മാനേജ് ചെയ്തോളാം. ഞങ്ങൾ പോട്ടെ. പിന്നെ അതായത് ഈ മാഷ് പറയായിരുന്നു നാളെ ഹോളിഡേ ആണല്ലോ, എല്ലാരും കൂടി ഒരു സൈറ്റ് സീയിങ്ങിന് പോയാലോ ഒന്ന്. മാലതിയും വരണം. അപ്പോ നാളെ ഞങ്ങള് ഹോസ്റ്റലിലേക്ക് വരാം. ഈ കവിതാ സമാഹാരം പിന്നെ തന്നപ്പോരെ? മതി. വരട്ടെ.
മാഷിരിക്കെ. മാഷേ, ഇനി അങ്ങോട്ട് നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. മാഷിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അമ്മണിക്കുട്ടിയെ കല്യാണം കഴിക്കണം, അത്രല്ലേ ഉള്ളൂ. കഴിച്ചോ. ഇതിപ്പോ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ടാണല്ലോ നടക്കാൻ പോകുന്നത്, മാതാപിതാക്കളുടെ സമ്മതമൊക്കെ ആയിട്ട്. അതെ. എന്നാൽ ഇതങ്ങനെ നടക്കില്ല. മാഷ് വിഷമിക്കണ്ട, ഞാൻ നടത്തി കൈ തരാം, പോരെ? ഇപ്പൊ മാഷ് വിളിച്ചിട്ട് ഒന്ന് നാട്ടിലേക്ക് വരാൻ പോലും അമ്മണിക്കുട്ടി തയ്യാറല്ല. എന്താ കാര്യം? ഒരു മുറപ്പെണ്ണായതുകൊണ്ട് മാത്രം ഒരു പെണ്ണും അതിന് തയ്യാറായിക്കൊള്ളുന്നില്ല. അപ്പോ കഴിഞ്ഞതെല്ലാം പാടേ മറക്കുക. അമ്മിണിക്കുട്ടിയും മാഷും തമ്മിൽ ഒരു പുതിയ പ്രേമബന്ധം സ്ഥാപിച്ചെടുക്കുക. അങ്ങനെ സ്ഥാപിച്ചെടുത്താൽ മാഷ് വിളിക്കാതെ തന്നെ അവർ വരും. ഒരു കാമുകിയാകുമ്പോൾ മാത്രമേ വിരഹത്തിന്റെ വേദന എന്തെന്ന് അമ്മിണിക്കുട്ടിക്ക് മനസ്സിലാവൂ. ഞാൻ പറയുന്ന മാഷ് മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പോ മാഷ് ആരെയാണ് പ്രേമിക്കേണ്ടത്? അമ്മിണിക്കുട്ടിയെ അല്ല, മാലതിയെ. മാഷ് ഞെട്ടരുത്. ലോകമുണ്ടായ കാലം മുതൽ സ്ത്രീ അസൂയയുടെ നിറകുടമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പേ മനസ്സിലാക്കി തരാം. നാളെ നമ്മൾ പിക്നിക്കിന് പോകുന്നു. മാഷ് മനഃപൂർവ്വം മാലതിയുമായി അടുക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, അടുത്തിടപഴകുന്നു. അപ്പോൾ തന്റെ ബാല്യകാല കളിത്തോഴനായ ദാസേട്ടൻ തനിക്ക് നഷ്ടപ്പെടുകയാണോ എന്നോർത്ത് അമ്മിണിക്കുട്ടിയുടെ ആത്മാവ് പിടഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് ഓരോ നിമിഷവും തന്റെ ദാസേട്ടന്റെ സവിധത്തിലെ കോടിയണയാൻ അമ്മിണിക്കുട്ടിയുടെ മനസ്സ് വെമ്പൽ കൊള്ളും. അപ്പോൾ നമ്മൾ മാലതിയെ മെല്ലെ മെല്ലെ തഴയുന്നു, അമ്മിണിക്കുട്ടിയെ മെല്ലെ മെല്ലെ അടുപ്പിക്കുന്നു. You are really great, Mr. Apu. Really great. Thank you, Master. Thank you. എങ്ങനെയാ ഒരു അന്യ സ്ത്രീയോട് കേറിയ ഇടപഴകുക? കണവട വർത്താനം പറയാതെ മാഷേ. ഇതേ കൈ ക്യാമറ ഉണ്ട്, അകത്ത് ഫിലിം ഉണ്ട്. ഉദാഹരണമായിട്ട് ആ മാലതിനെ കുറച്ച് ഫോട്ടോ എടുത്താട്ടെ. ഫോട്ടോ എടുക്കുമ്പം മാക്സിമം ഒരു ഇത് വേണം, മിങ്കിൾ ചെയ്യണം. സാരി ഒന്ന് പിടിച്ച് ഇങ്ങോട്ടിടുക, മുടി ഒന്ന് കോതി കൊടുക്കുക. അയ്യോ, അതൊക്കെ എന്റെ മാഷേ, നമുക്ക് ഇതിന്റെ പിറകിലൊരു ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ. പിന്നെന്താ? സ്മാർട്ട്. ചെല്ല്, 2 ഡയലോഗ് ആച്ച. അമ്മിണിക്കുട്ടി വീക്കെൻഡിലേക്ക് പിക്നിക്കിന് മറ്റും പോകാറുണ്ടോ? വല്ലപ്പോഴൊക്കെ. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കോ? അതെങ്ങനെ ദാസേട്ടാ? ഒറ്റയ്ക്ക് ആരെങ്കിലും പിക്നിക്കിന് പോവോ? അമ്മിണിക്കുട്ടി, ഒരു സെക്കൻഡ്. നിങ്ങൾ നടന്നോളൂ. എന്താ? വേറൊന്നുമല്ല, നമ്മളൊരു കമ്പനി ആയിട്ട് വന്നു. ആ കുട്ടിയെ ഒറ്റപ്പെടുത്തിയെന്നൊരു തോന്നല് വേണ്ട. തന്നെയല്ല, നമ്മുടെ മാഷിന്റെ ഒരു നാണം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയെടുക്കുകയും ചെയ്യാം. എന്താ മാഷ നിങ്ങളെ നടന്നോ? എങ്ങോട്ടാ? നേരെ നടന്നോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്ക. ഈ മാഷെ കൊണ്ട് തോറ്റല്ലോ. മാഷെ, നമ്മളിവിടെ വന്നത് ഇരുന്ന് നേരം വിളിപ്പിക്കാനല്ല. മാഷ നടന്നോ. ഈ മാഷക്ക് എന്താ പെമ്പിള്ളേരെ കാണുമ്പോ ഒരു വിറയല്? ഇന്നത് മാറ്റിയിട്ടേ കാര്യമുള്ളൂ. ദാസേട്ടൻ അല്പം റിസർവ്ഡാ. ഒരു കമ്പനി ആയിട്ട് വരുമ്പോ ഒരാൾ മാത്രം റിസർവ്ഡ് പറഞ്ഞ് മാറിയിരുന്ന കഴിക്കുന്നുണ്ടോ? വേണ്ട, താങ്ക്സ്. നടന്നോ.
നമുക്കൊന്ന് ഇരിക്കാം. ഇരിക്കണോ? ക്ഷീണം തോന്നുന്നുണ്ടോ? അമ്മയെക്കുട്ടി ഇരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഇരിക്കാം. മാഷേ, ഇത് നോക്കൊന്നിരുന്നാലോ? ആ തരൂ. മാഷേ, ഒന്ന് സഹായിക്കൂ മാഷേ. ഇരിക്ക. നഗരത്തിലെ ബഹളത്തിനിടയ്ക്ക് ഇതുപോലെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം ഉണ്ടാവുക എന്നുള്ളത് ഒരു ആശ്വാസം. മാഷ് കവിത വല്ലതും തോന്നുന്നുണ്ടോ? അല്ല, മാലതി ഇന്നലെ പുസ്തകം വാങ്ങിച്ചിട്ട് പോയല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ മാഷയുടെ കവിത? രാത്രി ഉറങ്ങാണ്ടിരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ വായിക്കുന്നുണ്ട്. ആഹാ, എന്നാ ഒരു കവിത ഒന്ന് ചൊല്ലിക്കേ. അയ്യോ, എനിക്ക് ചൊല്ലാനൊന്നും അറിയില്ലേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കവിതനെ പറഞ്ഞാട്ടെ, ആരാധിയോടൊന്ന് പാടാൻ അല്ലേ? ഒന്ന് പാടുമാലതി. എനിക്ക് വരികളൊന്നും ശരിക്കും ഓർമ്മയില്ല. ആ സമാഹാരത്തിൽ ഏത് കവിതയാ കൂടുതൽ ഇഷ്ടായത്? നവനീത ചന്ദ്രിക. ഞാനത് 2-3 വട്ടം വായിച്ചു. എന്നാ അത് തന്നെ ആവട്ടെ അല്ലേ? അല്ല, വരികൾ മുഴുവൻ വീരം കാണിക്കണ്ട്. പറഞ്ഞു വരികൾ വല്ലതും കിട്ടാതെ വന്നാ മാഷ് പറഞ്ഞു തരും ഇല്ലേ മാഷേ? അറിയാതെ അറിയാതെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. മാഷേ. ആ അപ്പോ എന്താ മാഷേ ഒരു വയ്യാത്ത പോലെ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കായിരുന്നു. എന്താ ഒന്ന് വിളക്കി ചേർക്കണോ? ഇപ്പൊ സംഘടിപ്പിക്കാം. വേണ്ട, എന്നാ എഴുന്നേറ്റിരിക്കും. അമ്മണിക്കുട്ടി ഫോൺ ചെയ്തോ? ഇല്ല. എന്നാ ഇപ്പൊ ചെയ്യും. പിക്നിക്കിന്റെ അനന്തര ഫലങ്ങൾ മാഷ് അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. സംഗതികൾ ഞാൻ ഉദ്ദേശിച്ച മറ്റിൽ തന്നെ നീങ്ങുന്നുണ്ട്. എന്ത് തോന്നി? എനിക്കൊന്നും തോന്നിയില്ല. ഒന്നും തോന്നിയില്ലേ? ഇല്ലപ്പോ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എന്നാ എനിക്ക് പലതും തോന്നി. മാഷ് മാലതിയുടെ ഫോട്ടോ എടുത്തപ്പോ അമ്മണിക്കുട്ടി വിളിച്ചു പറഞ്ഞു, ദാസേട്ടാ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോ ഫിലിം തീർന്നു പോയി. അത് സ്റ്റൈലായി. അപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം ശ്രദ്ധിച്ചോ?
ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. മാലതി പാടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടയുന്നതും കോർത്തു വലിക്കുന്നതും അമ്മിണിക്കുട്ടി ശ്രദ്ധിച്ചു. അപ്പൊ അമ്മിണിക്കുട്ടിയുടെ മുഖം മാഷ് ശ്രദ്ധിച്ചോ? ഇല്ല. ആ, മാഷ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അമ്മിണിക്കുട്ടി മാഷിന്റെ അടുത്തിരിക്കാൻ താല്പര്യം കാണിച്ചില്ല. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴോ അത് മാഷ് ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. തന്റെ എല്ലാമായ ദാസേട്ടൻ ഇന്നലെ വന്ന ഒരു പീക്കിരി പെണ്ണുമായി ഒരേ സീറ്റിലിരുന്ന് മുട്ടിയുരുമ്മി കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോ അമ്മിണിക്കുട്ടിയുടെ മുഖം നഷ്ടബോധത്താൽ വിവരണമായി, വിവശമായി. മാലതി മനോഹരമായി പാടും. മിസ്റ്റർ അപ്പു, മാലതി ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അറിയില്ലായിരുന്നോ? ഇല്ല, അറിയില്ലായിരുന്നു. ഇവിടെ 23-ലോ 32-ലോ എന്റെ ഒരു ഫ്രണ്ട് താമസിച്ചിരുന്നു. സോറി, കിടന്നിരുന്നു. ആണോ പെണ്ണോ? എന്താ അങ്ങനെ ചോദിച്ചത്? ആണ്. എന്താ ചിരിക്കുന്നത്? 23, 32 ഒക്കെ പ്രസവ വാർഡുകളാ. ആളുടെ പേരെന്താ? വാരിജാക്ഷൻ നായർ. അങ്ങനെ ഒരാള് വരൂ. പേരെന്താന്നാ പറഞ്ഞത്? അതെ, വനജാക്ഷൻ നായർ. വനജാക്ഷൻ നായർ. എപ്പോഴാ അഡ്മിറ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നാൽ ഹോസ്പിറ്റലിൽ മാറിയിട്ടുണ്ടാവുന്ന. വേണ്ട, നോക്കണ്ട. ഡ്യൂട്ടി റൂമോ ലൈബ്രറിയോ? വേണ്ട മാലതി, വിട്ടാരെ, നോക്കണ്ട. ആ, ഇത് നമ്മുടെ മാസ്റ്ററുടെ പുസ്തകമല്ലേ? ഇതൊക്കെ ഒരുതരം സിദ്ധികളാ. ഇത്രയും മനോഹരമായ കവിത എഴുതുന്ന മാസ്റ്റർ പറയുക അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് മനസ്സിലായത് മാലതി പാടിയപ്പോഴാണെന്ന്. ഇന്നലെ മുഴുവൻ ഇതായിരുന്നു ഞങ്ങളുടെ സബ്ജക്ട്. സ്വന്തം വരികളെക്കാൾ അദ്ദേഹം പുകഴ്ത്തുന്നത് മാലതിയുടെ ശബ്ദത്തെയാണ്. ഇങ്ങനെയുണ്ടൊരു വിശാല മനസ്കഥ. മനസ്സ് തുറന്ന് അഭിനന്ദിക്കാനും ഒരു മനസ്സ് വേണേ. ചിലപ്പോ ചില മനസ്സുകളുടെ ഐക്യമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. മാലതി ഒന്ന് മാഷക്ക് ഫോൺ ചെയ്യും. അതല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ കവിതകളെ അഭിനന്ദിച്ച് മാലതി ഒരു വാക്ക് സംസാരിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ കവിതകൾ മനോഹരങ്ങളല്ലേ? അതെ. അപ്പോ പിന്നെ അഭിനന്ദിക്കേണ്ടത് ആസ്വാദകരായ നമ്മളുടെ ചുമതലയല്ലേ? അതെ. അതാ ഞാൻ പറഞ്ഞത്, മാലതിയോടൊന്ന് ഫോൺ ചെയ്യാൻ. മാലതി അഭിനന്ദിച്ചാൽ മാഷക്ക് അതൊരു വലിയ പ്രചോദനമായിരിക്കും. പുതിയ പുതിയ കവിതയുടെ ചിറക് വിരിച്ച് അദ്ദേഹം ആകാശത്തോളം ഉയരും. അപ്പൊ ഞാൻ വരട്ടെ. ഈ പുസ്തകം മാഷ് കൊടുക്കൂ. അപ്പൊ എന്നെ ഒരു ഹംസമാക്കുകയാണല്ലേ? സിസ്റ്റർ, ഡോക്ടർ ഉങ്ങളെ കൂപ്പിടുறாங்க. ജസ്റ്റ് എ മിനിറ്റ്. അകലെയാണെങ്കിലും ഹൃദയത്തിലെപ്പോഴും തുടിമുഴക്കുന്നു നിൻ പ്രേമം.
ഓ, അപ്പുവായിരുന്നു. ഞാൻ ആകെ ഭയന്നുപോയി. ഞാനൊന്ന് തുമ്മിയപ്പോഴോ? എന്താ മാഷേ, എന്താ എഴുതുന്നത്? ഞാൻ ആകെ അസ്വസ്ഥനാണ്. എനിക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല. അമ്മണിക്കുട്ടി ഫോൺ ചെയ്തിരുന്നു? ഇല്ല. ഇല്ലേ? ഞാനും അമ്മണിക്കുട്ടിയെ കണ്ടിരുന്നു. എല്ലാം ഒന്ന് വിശദമായി സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തോ അമ്മണിക്കുട്ടി വലിയ താല്പര്യം കാണിച്ചില്ല. ആരിൽ നിന്നോ എന്തിൽ നിന്നോ ഒക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. മാഷ് പറഞ്ഞ പോലെ എനിക്കും അമ്മണിക്കുട്ടിയുടെ മനസ്സ് പിടികിട്ടുന്നില്ല. മാലതി വിളിച്ചിരുന്നു. ഓ, എന്റെ കവിതകളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇനിയും ഇനിയും എഴുതാൻ എന്നെ വല്ലാതെ മാലതി നിർബന്ധിക്കുന്നു. എനിക്ക് വയ്യ പോയി, എനിക്ക് വയ്യ. എന്താ മാഷേ? ഞാനിന്ന് മാലതിയെ കണ്ടിരുന്നു. മാഷയെ കുറിച്ച് മാത്രമേ മാലതിക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ദാ, മാലതി കൊണ്ടുപോയ പുസ്തകം. അകലയാണെങ്കിലും ഹൃദയത്തിലെപ്പോഴും തുടിമുഴക്കുന്നു നിൻ പ്രേമം. ദാസേട്ടന് കൊടുക്കൂ എന്ന് പറഞ്ഞു തന്ന പുസ്തകം തിരിച്ചു വാങ്ങിച്ചിട്ട് ഈ വരികൾക്കിടയിൽ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാഷേ. അപ്പു പോയിക്കോളൂ. എന്താ മാഷേ, സുഖമില്ലേ? എനിക്ക് അല്പം വിശ്രമിക്കണം. അപ്പു പോയിക്കോളൂ. മാഷ ഈ അവസ്ഥയെ കണ്ടിട്ടോ? അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട. അമ്മൻകുട്ടിയെ വിളിക്കട്ടെ? വേണ്ട, എനിക്കൊരല്പം സ്വസ്ഥത തരൂ. അയ്യോ, ഏതായാലും രാത്രി ഒന്നും കഴിക്കണ്ട. ഞാനും ഇവിടെ തന്നെ കൂടിക്കോളാം.